നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് നിന്നും അത്രയും ആശ്വാസ തരത്തിലുള്ള വാർത്തയല്ല പുറത്തു വരുന്നത്. പാലക്കാട് വാണിയംകുളം സ്വദേശികളായ 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ ബാബു ഭാസ്കർ എന്ന 68 വയസ്സുകാരൻ, ഭാര്യ രമാദേവി എന്ന 65 വയസ്സുകാരി, മകൻ വിഷ്ണു എന്ന 32 വയസ്സുകാരൻ എന്നിവരെയാണ് കാണാനില്ല എന്ന് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇവരുടെ വാണിയംകുളത്തുള്ള വീട് കഴിഞ്ഞ 4 ദിവസമായി പൂട്ടിയിട്ട നിലയിലാണ്. ബന്ധുക്കൾ ഇവരുടെ ഫോണുകൾ വിളിച്ച് കിട്ടാതെയായതോടുകൂടി അയൽക്കാരെ വിവരം അറിയിക്കുകയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ ഇവരുടെ പിക്കപ്പ് വാഹനം വീട്ടിൽ നിന്നും പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ വാഹനത്തിൽ 3 പേരും പോയതായാണ് സംശയിക്കുന്നത്. പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ചും അന്വേഷിച്ചു വരികയാണ്. കൂടാതെ ഇവരുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകളെല്ലാം തന്നെ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ പരിശോധിച്ചതിൽ വീട് സ്ഥിതി ചെയ്യുന്ന പനയൂർ തന്നെയാണ് അവസാന ലൊക്കേഷൻ കാണുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പാലക്കാട് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം വയോധികയെ കൊലപ്പെടുത്തി കത്തിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം വലിയ രീതിയിലുള്ള വാർത്തയ്ക്കാണ് ഇടവെച്ചത്. അതും മൂക്കുത്തി കവർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അതിദാരുണമായ സംഭവം ചെയ്തത്, കൊലപാതകം ചെയ്തത് എന്ന വാർത്തയാണ് ഞെട്ടിപ്പിക്കുന്നത്. പ്രതികളെ ചോദ്യം ചെയ്തതിനാൽ നിന്നാണ് ഞെട്ടിക്കുന്ന വിവരം ലഭിച്ചത്. പരിശോധനയിൽ പ്രതിയുടെ വീടിന്റെ ഭാഗത്ത് നിന്നായി മൃതദേഹം കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളായ അട്ടയമ്പി സ്വദേശി ഉദയകുമാർ, പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരൻ എന്നിവരെ പോലീസ് തമിഴ്നാട്ടിൽ നിന്നുമാണ് പിടികൂടിയത്. ഉദയകുമാറിന്റെ വീടിന്റെ പിൻഭാഗത്തായിരുന്നു മൃതദേഹം കുഴിച്ചിട്ടിരുന്നത്. ജൂൺ 10 മുതലാണ് സരസാളിനെ കാണാതായത്. തുടർന്ന് മകൾ ജൂൺ 12 കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് സരസാൾ പോകാനിടയുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് പരിശോധിച്ചു. ഈ സമയത്താണ് അയൽവാസികളായ 2 പേരെ കൂടി കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിന് വിവരം ലഭിക്കുന്നത്. പ്രതികളായ ഉദയകുമാറിനെയും 17കാരനെയും ഇതേ ദിവസം തന്നെ പ്രദേശത്ത് നിന്ന് കാണാതായിരുന്നു. തുടർന്ന് പോലീസ് ഇവരെക്കുറിച്ച് അന്വേഷിച്ചു വരികയായിരുന്നു. സരസാളിന്റെ കയ്യിൽ 2 മൂക്കുത്തി ഉണ്ടായിരുന്നു. ഇത് കൈക്കലാക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പ്രതികൾ സമ്മതിച്ചത്. പ്രതികളെ സംഭവ സ്ഥലത്ത് വെച്ച് തെളിവെടുപ്പ് നടത്തി. ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ചും കൊലപ്പെടുത്തിയ ശേഷം ബാത്റൂമിലെ ഡ്രബിലിട്ട് മൃതദേഹം കത്തിച്ചതായാണ് പ്രതികൾ പറയുന്നത്. ശേഷം മൃതദേഹം കുഴിച്ചിട്ടുവെന്നും പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. വയോധിക വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. മൂക്കുത്തി മാത്രമായിരുന്നു സ്വർണമായി ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. ഇത് കിട്ടാൻ വേണ്ടിയാണ് പ്രതികൾ ഇത്രയും അതിക്രൂരമായ രീതിയിൽ പാവം അമ്മാമ്മയെ കൊന്ന് കളഞ്ഞത്. പ്രതികളുടെ പക്കൽ നിന്ന് പോലീസ് മൂക്കുത്തി കണ്ടെത്തിയതായാണ് വിവരം.